അതേപോലെ വിജയകുമാർ കൂടുതൽ വിവരങ്ങൾ ഈ പ്രതികൾ പറയുന്നത് ഓരോന്നോരോന്നായി പുറത്തു വരികയാണ്. പൾസർ സുനി, മാർട്ടിൻ, ഇപ്പോൾ മണികണ്ഠൻ അയാൾ പറയുന്നത് വീട്ടിൽ മറ്റ് ആരുമില്ല, ഭാര്യയും 2 കുട്ടികളുമാണുള്ളത്, മറ്റു പ്രതികൾക്കൊപ്പം ഇരുന്ന് സംസാരിച്ചിട്ടില്ല, മനസ്സറിഞ്ഞൊന്നും ചെയ്തിട്ടില്ല എന്നൊക്കെ പറയണം. 9ഉം 2ഉം വയസ്സുള്ള 2 കുട്ടികളാണുള്ളത്, താൻ മാത്രമാണ് ഭാര്യയ്ക്കും കുട്ടികൾക്കും ആശ്രയം, കോടതി അലിവ് കാണിക്കണം തന്നോടും കുടുംബത്തോടും എന്ന് പറയുകയാണ്. ഇതൊക്കെ നമ്മൾ സ്ഥിരമായി ഇത്തരം വേളകളിൽ കേൾക്കുന്നതാണ്. പ്രതികൾക്ക് പറയാനുള്ള കാര്യങ്ങൾ, പ്രായമുള്ള അച്ഛനും അമ്മയും അല്ലെങ്കിൽ മറ്റാരുമില്ല, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ, താൻ മാത്രമാണ് അത്താണി, അങ്ങനെ സ്ഥിരമായി കേൾക്കുന്ന ചില വാദങ്ങൾ അത് പ്രതികൾ ഉന്നയിക്കുകയാണ്. അത് വളരെ വേഗം തന്നെ ഓരോരുത്തർക്ക് പറയാനുള്ളത് കേട്ട് മുന്നോട്ട് പോവുകയാണോ കോടതി ചെയ്യുന്നത്? അതാണ് അനുജ, അത് വളരെ വേഗത്തിൽ തന്നെ കോടതി കേട്ട് മുന്നോട്ട് പോവുകയാണ്. ഇതിൽ ഈ കുറ്റക്കാരാണെന്ന് കണ്ടെത്തിയാൽ പിന്നെ ഏതെങ്കിലും മാനുഷിക പരിഗണന ഇവർക്ക് നൽകണമോ എന്നത് മാത്രമാണ് കോടതിക്ക് മുന്നിലുള്ള ചോദ്യം. അതുകൊണ്ട് ഈ ഇളവിന് വേണ്ടി യാചിക്കുന്ന പ്രതികൾ സ്വാഭാവികമായും പറയാറുള്ളത് അവരുടെ കുടുംബ പശ്ചാത്തലം, പ്രായമായ മാതാപിതാക്കൾ, അതുപോലെ കുഞ്ഞുങ്ങൾ, ഭാര്യ, ആരോഗ്യ പ്രശ്നങ്ങൾ, ഇതൊക്കെയാണ് പറയാറുള്ളത്. ഇവിടെയും ഈ 6 പ്രതികളും അതൊക്കെ തന്നെയാണ് പറയുന്നത്. അതിൽ പൊട്ടിക്കരഞ്ഞ് മാർട്ടിൻ പറയുന്നത് വീട്ടിൽ ഏണിംഗ് മെമ്പർ ഞാൻ മാത്രമാണ് എന്ന് പറയുന്നു. മണികണ്ഠൻ പറയുന്നത് ഏതെങ്കിലും തരത്തിലൊരു ഗൂഢാലോചന നടത്തിയിട്ടില്ല, മനസ്സറിഞ്ഞ് ചെയ്തിട്ടില്ല ഒന്നും, 9ഉം 2ഉം വയസ്സുള്ള കുട്ടികളുണ്ട്, അവർക്ക് ആശ്രയം ഞാൻ മാത്രമാണ്, എന്നോടും കുടുംബത്തോടും അലിവ് കാണിക്കണം എന്നൊക്കെയാണ് ഈ മണികണ്ഠൻ പറയുന്നത്. എനിക്ക് കുറഞ്ഞ ശിക്ഷ നൽകണം, എൻ്റെ നാട് തലശ്ശേരിയാണ്, എന്നെ കണ്ണൂർ ജയിലിലേക്ക് അയക്കണം എന്നാണ് വിജീഷ് പറയുന്നത്. അങ്ങനെ ഓരോ പ്രതിക്കും ഓരോരോ ആവശ്യങ്ങളാണ് ഇപ്പോൾ ശിക്ഷയിന്മേലെ കാര്യത്തിലുള്ളത്. കുറഞ്ഞ ശിക്ഷ നൽകണമെന്നാണ് വിജീഷ് പറയുന്നത്. അതിലിപ്പോൾ ഒരു കൗതുകമുള്ളത്, ശിക്ഷ നൽകിക്കൊള്ളൂ എന്ന് പറയുന്ന ഒരു പ്രതിയായി വിജീഷ് മാറുകയാണ്. കണ്ണൂർ ജയിലിലേക്ക് അയക്കണമെന്ന് പറയുന്നു, കുറഞ്ഞ ശിക്ഷ നൽകണം. മറ്റുള്ളവരൊക്കെ കോടതി അലിവ് കാണിക്കണമെന്ന് പറയുമ്പോൾ വിജീഷിന്റെ ആവശ്യം കുറഞ്ഞ ശിക്ഷ, തന്നെ കണ്ണൂരിലേക്ക് അയക്കണം, നാട് തലശ്ശേരിയാണ് എന്നൊക്കെ പറയുന്നു എന്നതാണ്. വിജയകുമാർ തുടരാം. അതിൽ അനുജ, അത് എന്തായാലും ഇവർക്കറിയാം, ഇവർക്കുമേൽ ചുമത്തിയിരിക്കുന്ന ചാർജുകൾ തെളിയിക്കപ്പെട്ടതാണ് സംശയാതീതമായി. അതുകൊണ്ട് ആ വകുപ്പ് പ്രകാരമുള്ള പരമാവധി ശിക്ഷ ഇവർക്ക് കിട്ടും. അങ്ങനെയാണെങ്കിൽ ഏതെങ്കിലും തരത്തിൽ കോടതിയോട് യാചിച്ച് അതിൽ എന്തെങ്കിലും ഇളവ് കിട്ടുന്നെങ്കിൽ ആവട്ടെ എന്ന് കരുതിയുള്ള യാചന എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഒരു വാദം എന്ന് പോലും പറയാൻ കഴിയില്ല, ഒരു അപേക്ഷ, ഒരു യാചനയാണ് പ്രതിഭാഗം കോടതിയിൽ നടത്തുന്നത്. അത് പ്രതികൾ നേരിട്ട് അവരുടെ വീട്ടിലെ സാഹചര്യമൊക്കെ പറയുന്നു. ഇതിൽ വിജീഷ് പറഞ്ഞത്, അനുജ പറഞ്ഞതുപോലെ കുറച്ച് കൗതുകമുണ്ട്. കുറഞ്ഞ ശിക്ഷയെ നൽകാവൂ, നാട് തലശ്ശേരിയിലായതുകൊണ്ട് കണ്ണൂർ ജയിലിലേക്ക് അയക്കണം എന്നത് അയാളുടെ ഒരു സ്പെഷ്യൽ റിക്വസ്റ്റായി കോടതിയിൽ വയ്ക്കുകയാണ്. മറ്റു പ്രതികളൊക്കെ അവരുടെ സാഹചര്യം സൂചിപ്പിച്ചാണ് വാദം നടത്തുന്നത്. ഇപ്പോൾ വേറൊരു വിവരം കൂടി വരുന്നത്, ഈ കേസിൽ കുറ്റവിമുക്തനാക്കപ്പെട്ട നടൻ ദിലീപ് ആലുവ ശിവക്ഷേത്രത്തിൽ ഇന്ന് രാവിലെ ദർശനം നടത്തി എന്നൊരു വിവരം കൂടി കൊച്ചി ബ്യൂറോ നൽകുന്നുണ്ട്. ഈ ശിക്ഷ മറ്റു കൂട്ടുപ്രതികൾ ആയിരുന്ന 6 പേർ, അപ്പോൾ ദിലീപ് അതിൽ കുറ്റവിമുക്തനാക്കപ്പെട്ടു. അപ്പോൾ ദിലീപ് കുറ്റവിമുക്തനാക്കപ്പെട്ടെങ്കിലും കൂട്ടുപ്രതികളുടെ ശിക്ഷ പ്രഖ്യാപിക്കുകയാണ്. ആ കേസിനെ സംബന്ധിച്ച് പ്രധാനപ്പെട്ട ഒരു ദിവസമാണ് അനുജ. ഈ ജഡ്ജ്മെന്റ് പുറത്തു വരേണ്ടത് ഈ ശിക്ഷാ പ്രഖ്യാപനത്തോടെയാണ്. ഇന്ന് ശിക്ഷ പ്രഖ്യാപിക്കുകയാണെങ്കിൽ ഇന്ന് വൈകിട്ട് ഈ ജഡ്ജ്മെന്റിന്റെ പകർപ്പ് പുറത്തു വരും. ആ ജഡ്ജ്മെന്റിൽ എന്തൊക്കെയാണ് പറയുന്നത്, ഏതൊക്കെ സാഹചര്യം ഇതിലെ പ്രതികളെ കുറ്റക്കാരായി കണ്ടെത്തിയത്, ചില പ്രതികളെ കുറ്റമുക്തരാക്കിയത് എന്നത് ഇന്നറിയാൻ പറ്റും. ഇത് മറ്റൊരു പ്രതി സലീം പറയുന്നത്, ഈ കേസിൽ ഒരു തെറ്റും ഞാൻ ചെയ്തിട്ടില്ല, ഭാര്യയും 1 വയസ്സുള്ള പെൺകുഞ്ഞുമുണ്ട്, കുടുംബത്തിലെ ഏക ആശ്രയമാണ് ഞാൻ, അതുകൊണ്ട് എന്നെ പരമാവധി ശിക്ഷയിൽ നിന്ന് എനിക്ക് ഇളവ് നൽകണം എന്നാണ് ഈ സലീം എന്ന് പറയുന്ന പ്രതി പറയുന്നത്. ഇതിൽ ഇനി കോടതിയുടെ പരിഗണനയിൽ വരുന്നത് ഈ പ്രതികളുടെ പ്രായം, അതുപോലെ മുൻകാലങ്ങളിൽ ഇവർ ക്രിമിനൽ പശ്ചാത്തലത്തിൽ പെട്ടിട്ടുണ്ടോ, അത്തരം ക്രൈമുകൾ ഇവർക്കെതിരെ നിലനിൽക്കുമോ, ഒരു ഹാബിച്വൽ ഒഫൻഡറാണ്, ഇവരെ ഏതെങ്കിലും തരത്തിൽ ഇളവ് ഇവർക്ക് നൽകാൻ കഴിയുമോ, സ്ഥിരം കുറ്റവാളികളാണോ, അങ്ങനെ സ്ഥിരം കുറ്റവാളിയാണ് എങ്കിൽ ആ തരത്തിലുള്ള വലിയ ഇളവൊന്നും കിട്ടില്ല. യാദൃശ്ചികമായി ഈ കേസിൽ പെട്ടതാണെങ്കിൽ ആ നിലയ്ക്ക് കോടതിയുടെ എന്തെങ്കിലും ഒരു കനിവോ ഇളവോ ഇവർക്ക് കിട്ടുമോ, ഇതൊക്കെയാണ് ഈ പ്രതിഭാഗം കോടതി മുൻപാകെ ഇപ്പോൾ ആവശ്യപ്പെടുന്നത്. അതിൽ വിചാരണ കോടതിക്ക് എന്തു തീരുമാനവും എടുക്കാം. കാരണം ഇതിൽ കൂട്ടബലാത്സംഗം, ഗൂഢാലോചന, ക്രിമിനൽ ഗൂഢാലോചന ഉൾപ്പെടെ ഈ 6 പ്രതികൾക്കെതിരെയും സംശയാതീതമായി തെളിയിക്കപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് ആ നിലയ്ക്ക് ഒരു ഇളവിന് യഥാർത്ഥത്തിൽ ഇവർ അർഹരല്ല. മറ്റു മാനുഷിക പരിഗണനകൾ എന്തെങ്കിലും ഇവർക്ക് കൊടുക്കണോ എന്നത് വിചാരണ കോടതി ജഡ്ജിന്റെ തീരുമാനമാണ്. അതുകൊണ്ട് അത് വിചാരണ കോടതി ആ തീരുമാനം വൈകാതെ എടുക്കും. പ്രോസിക്യൂഷൻ ഇവർക്ക് പരമാവധി ശിക്ഷ, ഇവർക്ക് തെളിഞ്ഞിരിക്കുന്ന കുറ്റകൃത്യത്തിന് പരമാവധി ശിക്ഷ തന്നെ നൽകണം എന്ന ഒരു വാദമാണ് മുന്നോട്ട് വയ്ക്കുക എന്ന് രാവിലെ തന്നെ അഡ്വക്കേറ്റ് അജകുമാർ വ്യക്തമാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് പ്രോസിക്യൂഷൻ ഇക്കാര്യത്തിൽ പരമാവധി ശിക്ഷ നൽകാൻ പര്യാപ്തമായ ചില സുപ്രീം കോടതിയും മറ്റ് ഹൈക്കോടതിയും ജഡ്ജ്മെന്റുകളൊക്കെ ഇന്ന് കോടതിയിൽ ഹാജരാക്കും. അതായിരിക്കാം കുറച്ച് സമയം ഒരു ചെറിയ വാദം നടക്കുന്നത്. അതിനുശേഷം വേണമെങ്കിൽ ഇപ്പോൾ തന്നെ വിചാരണ കോടതിക്ക് ശിക്ഷ പ്രഖ്യാപിക്കാം, അതല്ലെങ്കിൽ ഉച്ച കഴിഞ്ഞത്തേക്ക് മാറ്റാം, അതല്ലെങ്കിൽ വേണമെങ്കിൽ കോടതിക്ക് മറ്റൊരു ദിവസത്തേക്ക് അത് മാറ്റിവെക്കുകയും ചെയ്യാം. എന്തായാലും ഇതിൽ തുടക്കത്തിൽ തന്നെ വിചാരണ കോടതി ജഡ്ജ് ചില കാര്യങ്ങൾ
അതാണിപ്പോൾ ഈ പ്രദീപ് എന്നുള്ള പ്രതി 6ാം പ്രതിയാണ്. അയാളുടെ വാദം കൂടി പുറത്തേക്ക് വരുന്നുണ്ട്. വിജയകുമാർ ജോലി കഴിഞ്ഞ് വീട്ടിൽ പോകുന്ന സമയമാണ് എന്നൊക്കെ പറയുന്നു. അതിൽ കുറ്റക്കാരനല്ല എന്ന് അദ്ദേഹം പറയുകയായിരിക്കാം. കോടതിയിൽ അയാളും പൊട്ടിക്കരയുന്നു എന്നതാണ്. നേരത്തെ മാർട്ടിൻ പൊട്ടിക്കരഞ്ഞു, ഇപ്പോൾ പ്രദീപും പൊട്ടിക്കരയുന്നു. 6ാം പ്രതിയാണ്. അതുപോലെ മറ്റുള്ളവർ സലീം പറയുന്നത് വീട്ടിൽ ഭാര്യയും 1 വയസ്സുള്ള പെൺകുഞ്ഞും. അതിനു മുൻപുള്ള പ്രതികളും ഈ തരത്തിലേക്ക് വീട്ടിലാകെ അത്താണി ഞാനാണ് എന്ന് പറയുകയാണ്. പൾസർ സുനി അമ്മ മാത്രമാണ് തനിക്കുള്ളത്, പ്രായമായ അമ്മ എന്ന് പറയുന്നു. അങ്ങനെ എല്ലാവരും തങ്ങൾക്ക് പറയാനുള്ള കാര്യങ്ങൾ വളരെ വേഗം പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ്. ഇനിയിപ്പോൾ എന്താണ് കോടതി ഇന്ന് തന്നെ ഉച്ചയ്ക്ക് ശേഷം ഇതിൽ ശിക്ഷാവിധി പ്രഖ്യാപിക്കുമോ എന്നറിയാനാണ് നമ്മൾ കാത്തിരിക്കുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.